ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബഷീസ് ലവ്. ഇന്ന് ഞാനിവിടെ ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണിത്. എല്ലാവരും റെഡിയാക്കി നോക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഒരു 1-1.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് സവാള കൊത്തിയരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. ഒരു പീസ് ചിക്കൻ സ്റ്റോക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2-3 പേർക്ക് സെർവ് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഫുൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ ചെയ്യുക. നമുക്ക് ഷോപ്പിൽ നിന്ന് അടിപൊളി മന്തിയുടെ റെസിപ്പിയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ചെയ്യും. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് വറുത്ത് കോരിയെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ഏലക്ക, പിന്നെ ഇതുപോലുള്ള റെസിപ്പി ഞാൻ ചെയ്യുന്നതായിരിക്കും. മന്തി മസാലയുടെ പിന്നെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ പട്ട ഒരു പീസ് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പു ഒരു 3-4 എണ്ണം ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിക്കാത്തത് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് വറുത്ത് കോരണം കേട്ടോ. നന്നായിട്ട് വറുക്കണം. അപ്പോൾ ഒന്ന് പൊട്ടി തെറിക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ അരി ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഇതിലേക്കുള്ള മയോണൈസ് റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊട്ടാറ്റോ വെച്ച് ഉണ്ടാക്കിയ മയോണൈസ് റെസിപ്പിയാണ്. പിന്നെ ഒരു 3-4 തരം മയോണൈസ് റെസിപ്പി ചെയ്യുന്നതാണ്. ഇത് എഗ്ഗ് യൂസ് ചെയ്യാതെ പൊട്ടാറ്റോ വെച്ച് റെഡിയാക്കുന്ന മയോണൈസ് റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്കുള്ള അരി തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാം. വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരി നന്നായിട്ട് വേവിച്ചെടുക്കുക. അരി ഒരു 80-85% മാത്രം വെന്ത് കിട്ടിയാൽ മതി. കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് വാങ്ങുന്ന പോലെ കുഴഞ്ഞു പോകാതെ വേറിട്ട് നിൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. പിന്നെ അരി നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ബാക്കി അതിൻ്റെ ദമ്മും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഞാൻ പുകയൊന്നും ചേർക്കുന്നില്ല. ദം ചെയ്യുമ്പോൾ പുകയൊന്നും ചേർക്കാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എന്ന് കരുതിയിട്ട് ടേസ്റ്റിലൊരു മാറ്റവുമില്ല. നല്ല ടേസ്റ്റിയാണ്. അരി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അരി വെന്തണോ എന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതൽ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാരിനേറ്റ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഇതുപോലെയുള്ള ടിപ്സും ട്രിക്സും അറിയണമെങ്കിൽ എൻ്റെ വീഡിയോ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നമ്മുടെ തയ്യാറാക്കി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സ്പൈസസും അതിൻ്റെ ഓയിലും കൂടിയാണ്. സ്പൈസസും ഓയിലും മേലെ ചേർക്കുക. ഇനി ഇതിലേക്ക് മറ്റൊരു ഓയിലിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ മതി. നമുക്കിത് ദം ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അങ്ങനെ കുത്തി വെക്കണം. ഇനി നമുക്ക് ഇത് ദം ചെയ്യാം. ഒരു 7 മിനിറ്റ് വരെ ദം ചെയ്യാം. ചിക്കൻ വെന്ത് കിട്ടണ വരെ ദം ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഇവിടെ പച്ചമുളക് എടുത്ത് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സ്മെല്ലാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. കൂടുതൽ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ഞാനിത് ഒരു 4-5 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്താട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മന്തിയുടെ റെസിപ്പി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി എത്തുന്നത് വരെ അസ്സലാമു അലൈക്കും.